KPCC സമ്പൂർണ്ണ പുനഃസംഘടന വേണമെന്ന ആവശ്യത്തിൽ തർക്കം. തീരുമാനമെടുക്കാനാകാതെ പുതിയ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് സമ്മർദ്ദത്തിലാണ്. പഴയ ഭാരവാഹികളെ മാറ്റില്ല എന്നുള്ള സൂചനയിൽ നേതാക്കൾക്കിടയിൽ കടുത്ത അമർഷമാണ് ഉയർന്നുവരുന്നത്. അതേസമയം പുനഃസംഘടനയിൽ ചർച്ചകൾ ആരംഭിച്ചുവെന്ന് സണ്ണി ജോസഫ് പറയുകയാണ്. രമേശ് ചെന്നിത്തല, VM സുധീരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയവർ KPCC അധ്യക്ഷന്മാരായപ്പോൾ പഴയ ഭാരവാഹികളെ മുഴുവൻ മാറ്റി സമ്പൂർണ്ണ പുനഃസംഘടന നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ സണ്ണി ജോസഫ് ചുമതല ഏറ്റെടുത്തതോടെ കാര്യങ്ങൾ മാറിമറിയുകയാണ്. പഴയ നേതാക്കളെ മുഴുവൻ മാറ്റാൻ ആകില്ല എന്നുള്ളതാണ് പുതിയ നിലപാട്. ഇക്കാര്യത്തിൽ സണ്ണി ജോസഫിന് പിന്നിൽ വലിയ സമ്മർദ്ദമുണ്ട് എന്നാണ് കിട്ടുന്ന വിവരം. 4 വർഷമായി സുധാകരൻ കമ്മിറ്റിയിൽ തുടരുന്ന ഭാരവാഹികളുമായി മുന്നോട്ട് പോകാൻ പുതിയ നേതൃത്വത്തിനിടയിൽ ധാരണയായി എന്നാണ് സൂചന. പുനഃസംഘടനയിൽ ചർച്ചകൾ ആരംഭിച്ചുവെന്ന് വ്യക്തമാക്കിയ സണ്ണി ജോസഫ് എന്നാൽ സമ്പൂർണ്ണ പുനഃസംഘടന ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പ് പറയുന്നില്ല. രമേശ് ചെന്നിത്തല, VM സുധീരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയവർ KPCC അധ്യക്ഷന്മാരായിരിക്കെ DCC പ്രസിഡന്റുമാരും KPCC ഭാരവാഹികളുമായിരുന്ന ഒരു വലിയ നിരയ്ക്ക് 5 വർഷത്തിലേറെയായി ഒരു പദവിയുമില്ല. ഇവർ മുഴുവൻ പേരും നിരാശർ തന്നെയാണ്. സുധാകരനെ മാറ്റാൻ വാശി പിടിച്ചവർ പുതിയ പദവിയിൽ എത്തിയപ്പോൾ തങ്ങളെ കാര്യം മറന്നുവെന്നാണ് നേതാക്കൾ പറയുന്നത്. മാത്രമല്ല, താരതമ്യേന ജൂനിയർമാരായ ഷാഫി പറമ്പിലിനും വിഷ്ണുനാഥും വർക്കിംഗ് പ്രസിഡന്റും പദവിയിലെത്തിയതോടെ ഇനി മുതിർന്ന നേതാക്കളുടെ സാധ്യതയും അടഞ്ഞു. MM ഹസൻ, ബെന്നി ബെഹനാൻ, KC ജോസഫ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കൊടിക്കുന്നിൽ സുരേഷ്, പന്തളം സുധാകരൻ, ചെറിയാൻ ഫിലിപ്പ്, രാജ്മോഹൻ ഉണ്ണിത്താൻ, MK രാഘവൻ, KC ജോസഫ്, TN പ്രതാപൻ, VS ശിവകുമാർ, T സിദ്ദിഖ്, ഡീൻ കുര്യാക്കോസ്, മാത്യു കുഴൽനാടൻ, ഹൈബി ഈഡൻ തുടങ്ങിയ നേതാക്കൾ ഇപ്പോൾ പദവിക്ക് പുറത്താണ്. കൂടാതെ പദവികൾ പ്രതീക്ഷിച്ചിരുന്ന ബിന്ദു കൃഷ്ണയും ഷാനിമോൾ ഉസ്മാൻ അടക്കമുള്ള വനിതാ നേതാക്കളും തഴയപ്പെട്ടു. ഇതിന് പുതിയ KPCC അധ്യക്ഷന് വ്യക്തമായ മറുപടിയില്ല.